ചിലപ്പോഴൊക്കെ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചാലും നല്ല മടിയായിട്ട് തോന്നും അല്ലേ? നല്ല മടി തോന്നും. പിന്നെ കുറേ നീട്ടി വെക്കാൻ തോന്നും. നീട്ടി വെച്ച് ചെയ്യുന്ന കാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ഭയങ്കര കുറ്റബോധം തോന്നും അല്ലേ? ഈ ഫീലിങ്സിലൂടെയൊക്കെ കടന്നു പോകാത്ത ആരുമില്ല. മടി കൊണ്ട് നീട്ടി വെക്കലുകൊണ്ടൊക്കെ ജീവിതം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മളെല്ലാവർക്കും തന്നെ പല സമയത്ത് ജീവിതത്തിൽ ഇത് അനുഭവപ്പെടുന്നുണ്ട്. അപ്പം ഇത് ഓവർകം ചെയ്യാനുള്ള 3 ടെക്നിക്കുകളാണ് ഇന്ന് ഞാൻ പറയുന്നത്. അതിൽ ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത്, നമ്മൾ മോട്ടിവേഷനുകൾ കേൾക്കുന്നല്ലേ, മോട്ടിവേഷൻ സ്പീച്ചുകളൊക്കെ ഡെയിലി കേൾക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഡെയിലി കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും കൂടുതലും. പക്ഷെ നിങ്ങൾക്കത് തോന്നാറുണ്ട്, മോട്ടിവേഷൻ സ്പീച്ച് കേൾക്കുമ്പോൾ ഒരു ഉഷാറൊക്കെ തോന്നും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് അതുപോലെ തന്നെ പോകും. ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പുറത്തു പോയാൽ ആ ഒരു സെഷൻ വരെ ഓക്കെയാണ്. സെഷൻ കഴിഞ്ഞിട്ട് ഇപ്പം മല മറിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. പിന്നെയും വീണ്ടും എന്താവും, പഴയ അവസ്ഥയിലേക്ക് വരും. അപ്പം എന്താണ്, ഒരിക്കലും മോട്ടിവേഷനിൽ വിശ്വസിക്കാതെ ഡിസിപ്ലിനിൽ വിശ്വസിക്കാൻ ശ്രമിക്കാം. അതായത് മോട്ടിവേഷൻ കേൾക്കേണ്ടെന്നല്ല, മോട്ടിവേഷൻ കേട്ടിട്ട് അത് വഴി നമ്മളൊരു ഡിസിപ്ലിൻ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മളുടെ അല്ലെങ്കിൽ ബ്രെയിൻ വയർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണോ അതൊക്കെയാണ് നമ്മുടെ ലേസിനെസ്സിൻ്റെയൊക്കെ ആക്ച്വൽ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അത് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുക. നമ്മൾ ഉദാഹരണമായിട്ട് ഓർത്താൽ മതി, നമ്മൾ രാവിലെ ബ്രഷ് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും ബ്രഷ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്തിട്ടാണോ നിങ്ങൾ ബ്രഷ് ചെയ്യണം, ബ്രഷ് ചെയ്താൽ, അങ്ങനെ ആരെങ്കിലും നമ്മളോട് പറയുന്നുണ്ടോ? ഇല്ല. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പോയിട്ട് ബ്രഷ് ചെയ്യുന്നു അല്ലേ? അതെന്തുകൊണ്ടായിരിക്കും? അതിന് നമുക്കൊരു മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. കാരണം അത് നമ്മുടെ ഒരു ഹാബിറ്റാണ്. നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ പാരൻസ് ശീലിപ്പിച്ച് പിന്നീട് നമ്മളുടെ ഭാഗമായിട്ട് മാറിയ ഒരു ഹാബിറ്റാണ് അല്ലേ, ഒരു ശീലമാണത്. അപ്പോൾ ഇതുപോലെ എന്ത് കാര്യം ശീലമാക്കുക എന്നുള്ളതാണ് അത് നീട്ടി വയ്ക്കുക, അല്ലെങ്കിൽ ഈ മടി തോന്നാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പല കാര്യം, ഇപ്പോൾ വർക്കൗട്ട്, പഠിത്തം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത് ശീലമാക്കാൻ നമുക്ക് വളരെ പ്രയാസമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? സ്മോൾ സ്റ്റെപ്പിലൂടെ തുടങ്ങണം. കുറച്ച് നേരം, ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയം എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിനെ നമുക്ക് മറികടന്ന് ഇതെല്ലാം നമ്മളുടെ ഹാബിറ്റാക്കി മാറ്റാം, അല്ലെങ്കിൽ നമ്മുടെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. റിലൈ ഓൺ യുവർ ഡിസിപ്ലിൻ, നോട്ട് ഓൺ മോട്ടിവേഷൻ. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു 5 minutes റൂള് നിങ്ങൾ ഫോളോ ചെയ്യാം. 5 minute റൂള്. അതായത് നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് മടി ഉണ്ടാവുന്നത്. ഇപ്പോൾ പഠിക്കണം, ഒരു ചാപ്റ്റർ പഠിക്കണം, ഇത്ര നേരം ഇരുന്ന് പഠിക്കണം, 5 മണിക്കൂർ പഠിക്കണം, 6 മണിക്കൂർ, ഇങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിന് കുഞ്ഞു സ്മോൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. ഒരുപാട് വലിയ കാര്യങ്ങൾ, ടാസ്കുകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതൊരു ബേർഡൻ ആയിട്ടുള്ള ഫീലാണ് ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യണം? 5 minutes റൂൾ ഫോളോ ചെയ്യുക. അതായത് ഇപ്പോൾ പഠിക്കാനാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിങ്ങനെ തീരുമാനിക്കുക, 5 minute ഞാൻ പഠിക്കും, 5 minute കഴിയുമ്പോൾ എനിക്ക് എപ്പോഴാണോ തോന്നുന്നത് ഞാനത് സ്റ്റോപ്പ് ചെയ്യും. അപ്പം നോർമലി ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ അറിയാം, 5 minute കഴിയുമ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഫ്ലോയിലേക്ക് പോയിട്ട് പഠിച്ചോളും. ഇതുപോലെ തന്നെയാണ് വർക്കൗട്ടിൻ്റെ കേസിലും. ഇപ്പം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 5 minute 5 minutes വർക്കൗട്ട് ആദ്യം നോക്കുക. യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം നിങ്ങളുടെ ഈ ഒരു ഈ ഒരു ശീലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ആ രീതിയിലുള്ള വർക്കൗട്ട്സ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 5 minutes വർക്കൗട്ട്, 10 minutes വർക്കൗട്ട്, 5 minute ഉള്ള വർക്കൗട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. 5 minute ഉള്ള വർക്കൗട്ടിന് സ്റ്റാർട്ട് ചെയ്യുക. പതുക്കെ ആ ഒരു മൊമെൻറ്റം, ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യും? പതുക്കെ എന്തായിട്ട് മാറിക്കോളും. ഇത് നമ്മളുടെ ഒരു ഹാബിറ്റായിട്ട് മാറും. ആ 5 minutes സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഇതാണ് സെക്കൻഡ് ടെക്നിക്ക്. ഫസ്റ്റ് നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മളൊരു ജസ്റ്റ് 5 minutes റൂള് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇനി തേർഡ്, ഒരു എൻവയോൺമെൻറ്റ് നമുക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതായത് എപ്പോഴാണ് നമുക്ക് ഈ മടി വരിക, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുന്ന എപ്പോഴാണ്? ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മളുടെ അടുത്ത് ഫോൺ വയ്ക്കുമ്പോൾ, നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഫോൺ വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനുഷ്യ സഹജമാണ്, നമ്മൾ ഫോൺ നോക്കും. അപ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. അപ്പോൾ ഇത് ചെയ്യുന്ന കാര്യം ചെയ്യാൻ നമുക്ക് മടി തോന്നും. അപ്പോൾ ഇങ്ങനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക? ദൂരെയാക്കുക. അതായത് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ, വർക്ക് ചെയ്യാനിരിക്കുമ്പോൾ ഫോൺ
അടുത്ത റൂമിലേക്ക് വെക്കുക. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി വർക്കൗട്ടാണ്, നമ്മൾ മോർണിംഗിൽ വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രാത്രി വർക്കൗട്ട് ചെയ്യാനുള്ള ഡ്രസ്സെല്ലാം നമ്മൾ കാണുന്ന രീതിയിൽ നമ്മുടെ അടുത്ത് വെക്കുക. അപ്പോൾ അതെന്താ നമുക്ക് അടുത്ത ദിവസം വർക്കൗട്ട് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ തരും. അപ്പോൾ ആ രീതിയിലുള്ളൊരു എൻവയോൺമെൻറ്റ് നമുക്ക് വേണ്ടി, അതിനുള്ള സാഹചര്യം നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്ന മടിയും ഓവർ തിങ്കിങ്ങും ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റാനായിട്ട് സാധിക്കും. ഇനി ഇതിലേതൊക്കെ നിങ്ങളിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ദിവസം തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്ത് ഈ റൂൾസ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ എന്തൊക്കെ മാറ്റമാണെന്നുള്ള ഫീഡ്ബാക്കും അറിയിക്കും.